ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആക്റ്റീവ സ്കൂട്ടറാണ്. ഓക്കെ, അപ്പോൾ ഇതെടുത്തിട്ട് ഏകദേശം 3-3.5 വർഷമായപ്പോഴേക്കും ഇതിനകത്തിരുന്ന ബാറ്ററി കാര്യം തീരുമാനത്തിലായി, സെൽഫൊന്നും എടുക്കാത്തൊരു കണ്ടീഷനിലായി. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം UPSൻ്റെ ബാറ്ററിയും കാര്യങ്ങളുമായിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് വരുന്ന ബാറ്ററി ഇളക്കി മാറ്റിയിട്ട് ചെറിയ ഓൾട്ടറേഷനുകൾ വരുത്തി. അതായത് നമ്മുടെ ഈ ക്ലിപ്പ് മേടിക്കാൻ കിട്ടും, ബാറ്ററി ഈ ക്ലാമ്പ്, ഈ നമ്മുടെ ഈ ടൈപ്പ് ക്ലിപ്പ് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലിപ്പിംഗ് നടക്കും. നമ്മുടെ ഇതിൽ നിന്ന് നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ബാറ്ററി ഫിക്സ് ചെയ്തു. നോർമൽ നമ്മുടെ ഈ ബാറ്ററി ആയിരുന്നു ഇരുന്നത്, അത് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ഇളക്കി മാറ്റിയതിന് ശേഷം അതേ ക്ലാമ്പിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യിപ്പിച്ചു. ഈ ബാറ്ററിയുടെ വിലയെന്ന് പറയുന്നത് ഏകദേശം 600-700 ആ റേഞ്ചാണ്. വിലയില്ല, മെയിൻ്റനൻസ് ഫ്രീ ആണ് പ്രധാനമായിട്ട്. ഇത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അങ്ങനെ പോയാലും ഒരു 2-3 വർഷം വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ മെയിൻ്റനൻസ് ഫ്രീ എന്ന് പറയുന്നെങ്കിലും ഞാനിത് 4-5 തവണ ഇതിനകത്തുള്ള വാട്ടർ ഇളക്കി ഫില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആ വിഷയമൊന്നും വരുന്നില്ല. ഓൾറെഡി വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ ഞാനിത് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഇത് വന്നിട്ട് 4.7Ah 12 വോൾട്ട്. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന ബാറ്ററി 4Ah തന്നെയാണ്. അപ്പോൾ ഇത് 4.5Ah ഉണ്ട്. അതൊന്നും വിഷയമില്ല, ആംപിയർ കൂടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പം ഫിറ്റിംഗ് കഴിഞ്ഞു. പോസിറ്റീവ് വയർ കൊടുത്തു, നെഗറ്റീവ് വയറും അതുപോലെ തന്നെ കൊടുത്തു. ഓക്കെ, പിന്നെ നമുക്കൊന്ന് സെൽഫ് അടിച്ച് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആക്സിലേറ്റർ പോലും കുടിക്കേണ്ടി വരുന്നില്ല, അത് വണ്ടിയുടെ കണ്ടീഷനാണ്. എന്നാലും സെൽഫൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ഹോണ്, ഇൻഡിക്കേറ്റർ എല്ലാം പക്കാ കണ്ടീഷനാണ്. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ ആക്റ്റീവയിൽ നമുക്കിതുപോലെ നോർമൽ ബാറ്ററിയും വയ്ക്കാം, ഈ UPSലൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഫ്രണ്ട്സിനും ഇത് ഉപകാരപ്പെടട്ടെ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. എൻ്റെ ഈ ബൈക്ക് ഏകദേശം UPSൻ്റെ ബാറ്ററി കൊണ്ട് ഏകദേശം ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2 തവണ UPS ബാറ്ററി മാറ്റി വെച്ചായിരുന്നു. മെയിൻ്റനൻസ് ഫ്രീ ആണ്, അതാണ് ഏറ്റവും വലിയ ഗുണം ഇതിനകത്ത് വരുന്നത്. ബൈക്കിൽ ഞാൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഈ 7Ah ബാറ്ററിയാണ്. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അതിൻ്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു 2 വർഷം മുൻപ്. ഇതുപോലുള്ള ബാറ്ററിയാണ് കേട്ടോ 7A. പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് 7Ah ആണ്. അപ്പോൾ ഈ ബാറ്ററിയാണ് ബൈക്കുകളിലൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആക്റ്റീവയിൽ വെച്ചത് 7.5Ah-ൻ്റെയാണ്. അത്യാവശ്യം അത് തന്നെ മതി അതിന്. താങ്ക് യു ഫ്രണ്ട്സ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. താങ്ക് യു വെരി മച്ച്.